കൂടി പോകാം. രാഗിൻ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മോക്ക് പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? അതേപോലെ ഈ പോളിംഗ് ബൂത്തുകളൊക്കെ എങ്ങനെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്? പ്രശ്നബാധിത മേഖലകളിലടക്കം സുരക്ഷയൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്? രാഗിൻ, പോളിംഗ് ബൂത്തുകൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിന്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 7 മണിക്ക് പോളിംഗ് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉദ്യോഗസ്ഥരും മറ്റും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വലിയ നെഞ്ചെടുപ്പ് തന്നെയുണ്ട്. കാരണം എന്തായിരിക്കും നിലമ്പൂർ മനസ്സിൽ ഒളിപ്പിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ തവണത്തെ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അസമവാക്യങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ തന്നെ അത് നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൂട്ടലുകളെ സംബന്ധിച്ചിടത്തോളം മുന്നണികൾ ഇരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ആശയക്കുഴപ്പമുണ്ട്. എങ്ങനെയാണ് എങ്ങനെ വരും എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതോടൊപ്പം 263 ബൂത്തുകളാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ആകെയുള്ളത്. കൂടുതൽ ബൂത്തുകളുള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അങ്ങനെ 263 ബൂത്തുകളിൽ 3 ബൂത്തുകൾ വരുന്നത് വനമേഖലയിലാണ്, ആദിവാസി മേഖലയിലാണ് ആ ബൂത്തുകൾ വരുന്നത്. ബാക്കി 11 ബൂത്തുകൾ പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ പ്രത്യേക സുരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ബാക്കി മറ്റു ബൂത്തുകളും വരും. ഇതോടൊപ്പം തന്നെ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ 43 ബൂത്തുകളാണ് ആകെ ഉള്ളത്. ഇവിടെ ഇത് 180 നമ്പർ ബൂത്താണ്. നിലമ്പൂർ മോഡൽ UP സ്കൂളിലെ 1080ഓളം വോട്ടർമാരാണ് ഇവിടെ ആകെയുള്ളത്. ഈ പോളിംഗ് പെർസെന്റേജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഘട്ടത്തിൽ ഈ പോളിംഗ് കുറയുക അതൊരു പതിവാണ്. അങ്ങനെ പോളിംഗ് കുറയുന്ന ഘട്ടത്തിൽ അത് ആരെ ബാധിക്കും, ആരുടെ വിജയത്തെ അല്ലെങ്കിൽ ആരുടെ പരാജയത്തെ ഒക്കെ സൂചിപ്പിക്കുമെന്നത് സംബന്ധിച്ചിടത്തോളവും മുന്നണികൾക്ക് ആശങ്കകളുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൂചിപ്പിച്ചതുപോലെ 75% പോളിംഗ്. പക്ഷേ അത് ലോക്സഭയായപ്പോൾ 71 കുറഞ്ഞു. പിന്നീട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോൾ അത് 61 ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. മറ്റൊന്ന് കാലാവസ്ഥയാണ്. മോശം കാലാവസ്ഥയും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ നിലമ്പൂരിൽ മഴ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നത് സംബന്ധിച്ചിടത്തോളവും രാഷ്ട്രീയ പാർട്ടികൾക്കേറെ നിർണായകവുമാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അതാത് അവരവരുടേതായിട്ടുള്ള വോട്ടുകൾ അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം ആദ്യം തന്നെ വോട്ട് ചെയ്യണം എന്ന ഒരു നിർദ്ദേശമാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കേഡർമാർക്ക് നൽകിയിട്ടുമുള്ളത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്യാനെത്തിയതാണോ? അതെ, രാവിലെ തന്നെ വോട്ട് ചെയ്ത് ആ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മടങ്ങുക എന്നുള്ളതാണ്. അതെ, രാവിലെ കഴിഞ്ഞാൽ നിന്റെ പണിക്ക് പോവാ. അതെ, നല്ല മഴയുണ്ടല്ലോ, അത് പ്രശ്നമാവോ? ഇല്ല, ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. മഴ കുറച്ച് കഴിയുമ്പോൾ തെളിയും. രാവിലെ വന്ന് എല്ലാവരും വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു ശൈലിയാണോ അല്ലേ കൂടുതൽ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ഫസ്റ്റിൽ തന്നെ വോട്ട് ചെയ്ത് സ്ഥിരം പാറ്റേൺ ആണ്. അതാകുമ്പോ ഇതങ്ങ് കഴിഞ്ഞു അല്ലെ? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിക്ക് പോകാൻ. എന്തായാലും ഈ ബൂത്തിലെത്തിയ ആദ്യ വോട്ടറാണ്. ചേട്ടന്റെ പേര്? എന്റെ പേര് ചെറിയാൻ. ഈ ബൂത്തിലെത്തിയ, അതായത് 180 നമ്പർ ബൂത്തിലെത്തിയ ആദ്യ വോട്ടറാണ് ചെറിയാൻ. അദ്ദേഹം അവിടേക്ക് പോവുകയാണ്. 7 മണിയോടുകൂടിയാണ് പോളിംഗ് ആരംഭിക്കുക. പലരും അങ്ങനെയാണ്, രാവിലെ എത്തി വോട്ട് ചെയ്ത് അതാത് ജോലികൾക്കും മറ്റുമൊക്കെ പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. സാധാരണഗതിയിൽ നഗരമേഖലയിലൊക്കെ കൂടുതൽ കണ്ടുവരുന്ന അങ്ങനെ രാവിലെ നല്ല തിരക്കുണ്ടാകും, വൈകിട്ട് നല്ല തിരക്കുണ്ടാകും. പക്ഷെ ഉച്ച സമയത്ത് തിരക്ക് കുറവായിരിക്കും. അങ്ങനെയാണ് നഗരമേഖലയിലൊക്കെ ഉള്ളത്. പക്ഷെ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ എങ്ങനെയാണ് എന്നത് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. എന്തായാലും ഈ മഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മഴയൊക്കെ പ്രശ്നം ആകാറുണ്ട് സാധാരണഗതിയിൽ. നമ്മളത് പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. എറണാകുളം ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ആ മഴ വലിയ തോതിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത് നമ്മുടെ ചിന്തയിലും ഓർമ്മയിലും ഒക്കെ ഉണ്ട്. എന്തായാലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അതാത് വോട്ടുകൾ, അവരുടേതായിട്ടുള്ള വോട്ടുകൾ ആദ്യം തന്നെ പോളി ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരം കാര്യങ്ങൾ അവർ നീക്കുകയും ചെയ്യും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2,32,381 വോട്ടർമാരിൽ 1,13,000 വോട്ടർമാരാണ് പുരുഷ വോട്ടർമാർ. 1,18,000 സ്ത്രീ വോട്ടർമാരുമുണ്ട്. സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. അതോടൊപ്പം തന്നെ പുതിയ വോട്ടർമാർ ഈ അതിനുശേഷം ലോക്സഭയ്ക്ക് ശേഷം, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ പോളിംഗ് ഇതിൽ പേര് ചേർത്തിട്ടുള്ള പുതിയ വോട്ടർമാർ 7,700 വരും. അപ്പോൾ അവരുടെ ചിന്ത എന്ത്, പുതിയ വോട്ടർമാരുടെ ചിന്ത എന്ത്, ആർക്കൊപ്പമാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പലതരത്തിലുള്ള സമവാക്യങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ നിലമ്പൂരുകാർ ആർക്കൊപ്പം എന്നുള്ളത് ഇന്ന് അവർ പോളിംഗ് ബൂത്തിലെത്തി വോട്ടായി രേഖപ്പെടുത്തും.